പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പിന്നെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. അവ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, എത്തീൻ തന്നെ എടുക്കാം. നമുക്ക് എത്തീൻ മോളിക്യൂൾസ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണല്ലോ. എന്താണ് അതിൻ്റെ കെമിക്കൽ ഫോമുല, കണ്ടൻസർ ഫോമുല? CH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ എത്തീൻ മോളിക്യൂൾസ്, ഒരുപാട് എത്തീൻ മോളിക്യൂൾസ് ഒരുമിച്ച് ചേരുന്നു എന്ന് വിചാരിക്കുക. തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഒരു എത്തീൻ മോളിക്യൂൾസ് വേറൊരു എത്തീൻ മോളിക്യൂൾസുമായിട്ട്, വീണ്ടും അടുത്ത എത്തീൻ മോളിക്യൂൾസുമായിട്ട്. അങ്ങനെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് ഒരു ലാർജ് റിയാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ എത്തീൻ്റെ ഒരു വലിയ മോളിക്യൂളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? ആ ലാർജ് മോളിക്യൂൾസിനെ നമ്മൾ പോളി എത്തീൻ എന്ന് വിളിക്കും. എന്താണ് പോളി എത്തീൻ? ഒരുപാട് മോളിക്യൂൾസ് ചേർന്ന ഒരു വലിയ എത്തീൻ തന്മാത്ര എന്നാണ് അത് കൊണ്ടുള്ള മീൻ ചെയ്യുന്നത്, പോളി എത്തീൻ. അപ്പോൾ എത്തീൻ മോളിക്യൂൾസ് അണ്ടർഗോ പോളിമറൈസേഷൻ ഫോം. നെയിം ദ പ്രോഡക്റ്റ്. എത്തീൻ മോളിക്യൂൾസ് പോളിമറൈസേഷൻ വിധേയമായാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണ്? പോളി എത്തീൻ. നമ്മൾ പോളി ചേർത്താൽ മതി അതിൻ്റെ ഫ്രണ്ടിൽ, ആ പേരിൻ്റെ വരാൻ വേണ്ടി. മോണോമറാണ് എത്തീൻ. ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസിനെ മോണോമർ എന്ന് പറയും. അപ്പോൾ ഈ മോണോമറായ എത്തീൻ പോളിമറൈസേഷൻ വിധേയമായാൽ ഉണ്ടാകുന്നത് പ്രോഡക്റ്റിനെ വിളിക്കുന്നത് പോളിമർ ഏതാണ്? പോളിത്തീൻ. അപ്പോൾ എത്തീൻ്റെ പോളിമർ എന്ന് വെച്ചാൽ പോളിത്തീൻ എന്ന് പറയും. പോളിത്തീൻ്റെ മോണോമർ എന്ന് വെച്ചാൽ എത്തീൻ എന്ന് പറയും. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പിന്നെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നോക്കൂ. എത്തീൻ നമുക്കറിയാം, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയാം. പക്ഷേ ഇവിടെ വെറും എത്തീൻ എന്ന് മാത്രം എഴുതിയാൽ മതിയാണ്. ലാർജ് നമ്പർ ഓഫ് എത്തീൻ മോളിക്യൂൾസാണ് കെമിക്കൽ റിയാക്ഷൻ ഏർപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ CH2 ഡബിൾ ബോണ്ട് CH2ൻ്റെ ഫ്രണ്ടിൽ സ്മോൾ ലെറ്റർ N എഴുതണം. N എന്ന ഒരു ആ ലെറ്റർ ഉണ്ട് അവിടെ കാണിക്കണം, ലെറ്ററും കൂടി കാണിക്കണം. NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതണം. അതാണ് എത്തീൻ. എന്നിട്ട് ഗീവ്സ്. ഇവിടെ അതുപോലെ തന്നെ ചില കണ്ടീഷൻസിൻ്റെ പിന്നെ അതായത് കാറ്റലിസ്റ്റിൻ്റെയും ഹൈ ടെമ്പറേച്ചറിൻ്റെയും സാന്നിധ്യത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോഴിവിടെ എന്താണ് ഉണ്ടാകുന്നത്? പോളിത്തീൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റിലോട്ട് എഴുതുമ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന് എഴുതിയിട്ട് അതിനെ ബ്രാക്കറ്റിനകത്ത് ആക്കണം. എന്നിട്ട് ബ്രാക്കറ്റിൽ ബോണ്ട് കൊടുക്കണം. ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ബോണ്ട് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ സ്മോൾ ലെറ്റർ N കൊടുക്കണം. അതാണ് പോളിത്തീൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്തീൻ മോളിക്യൂൾ അണ്ടർഗോ പോളിമറൈസേഷൻ ടു ഫോം പോളി എത്തീൻ എന്ന് കാണിക്കുന്നത് ഇങ്ങനെയാണ്. NCH2 ഡബിൾ ബോണ്ട് CH2 ഗീവ്സ് CH2 സിംഗിൾ ബോണ്ട് CH2 ബ്രാക്കറ്റ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ബോണ്ട് ഒരു സൈഡിലും ബോണ്ട് കൊടുത്തിട്ട് സ്മോൾ ലെറ്റർ N ആ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ താഴെയായിട്ട് എഴുതുക. അപ്പോൾ എങ്ങനെ നമുക്ക് പോളിമറൈസേഷനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് large number of simple molecules combine under suitable condition to form complex molecule. The product molecules are called polymers. അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്? ധാരാളം ലഘുവായ തന്മാത്രകൾ അനുയോജ്യമായ സാഹചര്യത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഒരു ബൃഹത് തന്മാത്ര ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ പോളിമറുകളെന്ന് വിളിക്കുന്നു. എന്താണ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ അണ്ടർ suitable condition to form complex molecules. The product formed is called polymer. The substance take part in a chemical reaction, അതായത് simple molecules are called മോണോമർ. ആ സിമ്പിൾ മോളിക്യൂൾസിനെ വിളിക്കുന്നത് മോണോമറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് മോണോമറുകൾ എന്ന് പറഞ്ഞാൽ? ആ പോളിമറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിമ്പിൾ മോളിക്യൂൾസിനെയാണ് മോണോമർ എന്ന് പറയുന്നത്. എന്താണ് പോളിമർ എന്ന് പറഞ്ഞാൽ? ദ പ്രോഡക്റ്റ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് പോളിമറൈസേഷൻ ഈസ് കാൾഡ് പോളിമർ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ എത്തീൻ്റെ കാര്യം പറഞ്ഞത്. എത്തീൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ അത് പോളിത്തീനായിട്ട് മാറും. വേറൊരു എക്സാമ്പിൾ നോക്കൂ. PVC, പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം, PVC. ഈ PVC എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. ഇത് ഫോർ മേക്കിംഗ് പൈപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളിമറാണ്.
ഇറ്റ് ഈസ് എ ലാർജ് നമ്പർ ഓഫ് ക്ലോറോ എത്തീൻ. ഇതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ക്ലോറോ എത്തീൻ എന്നാണ് പറയുന്നത്. ക്ലോറോ എത്തീൻ മോളിക്യൂൾസ്, അല്ലെങ്കിൽ അതിനെ വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. ധാരാളം വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ എത്തീൻ മോളിക്യൂൾസ് തമ്മിൽ സംയോജിച്ചാണ് എന്തോന്നുണ്ടാകുന്നത്, ഈ പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ഉണ്ടാകുന്നത്. പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC എന്ന് പറയും. അപ്പോൾ നോക്കുക അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന്. ആദ്യം ക്ലോറോ എത്തീൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ക്ലോറോ എത്തീൻ അതായത് CH2 ഡബിൾ ബോണ്ട് CH2 ആണ് എത്തീൻ. ക്ലോറോ എത്തീൻ എന്ന് എങ്ങനെ എഴുതും? ആ എച്ചിന് പകരം ഒരു CL വരുമ്പോൾ അവിടെ ക്ലോറോ എത്തീനാവും. അപ്പോൾ അങ്ങനെ അത് റെപ്രസെൻ്റ് ചെയ്യും. CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ളത് CH മതി, എന്നിട്ട് താഴോട്ടൊരു ബ്രാഞ്ചായിട്ട് CL എഴുതാം. അല്ലെങ്കിൽ ചേർത്ത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CHCl അതാണ് വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ എത്തീൻ എന്ന് വായിക്കുന്നത്. ഇനി നമ്പർ ഓഫ് ക്ലോറോ എത്തീൻ എന്ന് കാണിക്കണ്ടേ? അപ്പോൾ എന്തോന്ന് കാണിക്കും? NCH2 ഡബിൾ ബോണ്ട് CHCl എന്ന് കാണിക്കണം. NCH2 ഡബിൾ ബോണ്ട് CHCl ഗീവ്സ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. അതായത് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക, എന്നിട്ട് അതിനെ ബ്രാക്കറ്റിനകത്താക്കുക. എന്താണ് CH2 ഡബിൾ ബോണ്ട് എന്നുള്ള CH2 സിംഗിൾ ബോണ്ട് CHCl. CH2 ഡബിൾ സിംഗിൾ ബോണ്ട് CHCl ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്താക്കുക, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇരുവശത്തും ബോണ്ട് ഇടുക. എന്നിട്ട് ആ സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റിന് വെളിയിൽ എഴുതുക, IN. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? NCH2 ഡബിൾ ബോണ്ട് CHCl ഗീവ്സ് CH2 സിംഗിൾ ബോണ്ട് CHCl ബ്രാക്കറ്റിനകത്താക്കിയിട്ട് ഇരുവശത്തും ബോണ്ട് ഇട്ടിട്ട് ആ N എന്ന പിന്നെ എന്തോന്നാണ് റിയാക്റ്റൻ്റിൽ ഉള്ള N പ്രോഡക്റ്റ് എഴുതുമ്പോൾ N അവസാനം എഴുതണം, റിയാക്റ്റൻ്റ് എഴുതുമ്പോൾ N ഫ്രണ്ടിൽ ആദ്യം എഴുതണം. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമർ PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ്. PVCയുടെ മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടഫ്ലോൺ ആണ്. ടഫ്ലോൺ ഈസ് എ പോളിമർ വിച്ച് ഈസ് ഫെമിലിയർ ടു അസ്. നമുക്ക് വളരെ പരിചിതമായ ഒരു പോളിമറാണ് ടഫ്ലോൺ. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് ഓൺ ദ ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർസ്. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശം ആവരണം ചെയ്തിരിക്കുന്ന ഒരു പോളിമറാണ് എന്തോന്ന് ടഫ്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ടെട്രാ ഫ്ലൂറോ എത്തീനാണ്. നമ്മൾ മുകളിൽ ക്ലോറോ എത്തീൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വേറൊന്നാണ് ഇവിടെ ഫ്ലൂറോ. അതായത് ക്ലോറിന് പകരം ഫ്ലൂറിൻ വരുന്നതേ ഉള്ളൂ. എത്ര ഫ്ലൂറിനാണ് വരുന്നത്? 4 ഫ്ലൂറിൻ. അപ്പോൾ എത്തീൻ്റെ കൂടെ 4 ഫ്ലൂറിൻ വരുമ്പോൾ അതിനെ വായിക്കുന്നത് ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്നാണ്. ടെട്രാ ക്ലോറൈഡ് എന്ന് കേട്ടിട്ടില്ല, അതുപോലെ ഇവിടെ ഫ്ലൂറിൻ വരുന്നതേ ഉള്ളൂ. ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്നാണ് വായിക്കുന്നത്. ഈ ടെട്രാ ഫ്ലൂറോ എത്തീനുകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു വലിയ മോളിക്യൂളാണ് ടഫ്ലോൺ. അപ്പോൾ ടഫ്ലോണിനെ നമുക്ക് അല്ലാതെ പോളി എർത്ത് എങ്ങനെ പറയാം? ടെട്രാ ഫ്ലൂറോ എത്തീൻ്റെ മുമ്പ് ഒരു പോളി എർത്ത് കൊടുത്താൽ അത് എൻ്റെ പ്രോഡക്റ്റോ പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്നും പറയാം. ചുരുക്കി വേറൊരു പേരാണ് ടഫ്ലോൺ. മനസ്സിലായോ? അപ്പോൾ ടഫ്ലോണിൻ്റെ പൂർണ്ണമായ പേരെന്ന് പറയുന്നത് പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ. അപ്പോൾ അത് നോക്കുക, അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. CF2 ഡബിൾ ബോണ്ട് CF2 അതായത് ക്ലോറിൻ എത്തീൻ്റെ കൂടെ 4 ഫ്ലൂറിൻ മോളിക്യൂൾ വരുന്ന കോമ്പൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2ൻ്റെ സ്ഥാനത്ത് ആ H അങ്ങോട്ട് മാറ്റി F ആക്കുന്നതേ ഉള്ളൂ. Hൻ്റെ സ്ഥാനത്ത് F വന്നു. അപ്പോൾ CF2 ഡബിൾ ബോണ്ട് CF2 എന്ന് എഴുതണം നമ്മൾ. ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഇനി പോളിമറൈസേഷൻ ആവുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്ന് കാണിക്കാൻ വേണ്ടി NCF2 ഡബിൾ ബോണ്ട് CF2 അണ്ടർഗോ പോളിമറൈസേഷൻ ഗീവ്സ് ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതേണ്ട എന്തോന്നാണ്? ഈ CF2 ഡബിൾ ബോണ്ട് CF2 എന്ന് പറയുന്നത് CF2 സിംഗിൾ ബോണ്ട് CF2 ആവും. പിന്നെ ബ്രാക്കറ്റിനകത്താക്കിയിട്ട് ഇരുവശത്തും ബോണ്ട് ഇടുക, എന്നിട്ട് വെളിയിൽ N എഴുതുമ്പം അത് പ്രോഡക്റ്റായി ടഫ്ലോണായി. അപ്പോൾ മനസ്സിലായല്ലോ? ഈ ടഫ്ലോണിൻ്റെ യൂസ് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോട്ടിങ് ഓഫ് ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശം ആവരണം ചെയ്തിരിക്കുന്ന ഒരു പോളിമറാണ് ടഫ്ലോൺ. ആ പോയിൻറ്റും കൂടെ ഓർമ്മിച്ച് വരണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കൂടെ എഴുതി പഠിക്കണം. ടെട്രാ ഫ്ലൂറോ എത്തീൻ്റെ. ഇനി കുറച്ച് മോണോമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോളിമറുകൾ നിങ്ങൾ പറയണം. നമ്മൾ അതിൻ്റെ പോളിമർ ഇവിടെ കൊടുത്ത് എന്താണ് ടേബിളിൽ PVC എന്ന് പറഞ്ഞാൽ പോളിമർ, പോളി വിനൈൽ ക്ലോറൈഡ്.
അപ്പോൾ അതിൻ്റെ മോണോമർ എന്തോന്ന് പറയും? വിനൈൽ ക്ലോറൈഡാണ് എൻ്റെ മോണോമർ. അല്ലെങ്കിൽ ക്ലോറോ എത്തീൻ എന്ന് പറയും മോണോമർ. ക്ലോറോ എത്തീൻ, പി വി സിയുടെ മോണോമർ വെച്ചാൽ വിനൈൽ ക്ലോറൈഡ്. പോളി എടുത്തങ്ങ് മാറ്റിയിട്ട് പറഞ്ഞാൽ മതി, അത് മോണോമറാവും. പോളി വിനൈൽ ക്ലോറൈഡിൻ്റെ പോളി മാറ്റിയ വിനൈൽ ക്ലോറൈഡ്, അതാണ് എൻ്റെ മോണോമർ. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? പൈപ്പുകൾ നിർമ്മിക്കാനും പിന്നെ എന്തോന്നാണ് ഫുഡ് വെയറുകൾ, റെയിൻ കോട്ടുകളൊക്കെ നിർമ്മിക്കാനൊക്കെ PVC ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് എത്തീൻ എന്ന് പറയുന്ന മോണോമറാണ്. അപ്പോൾ അതിൻ്റെ പോളിമർ എഴുതാൻ എന്താണ് എളുപ്പ വഴി? എത്തിൻ്റെ ഫ്രണ്ടിലൊരു പോളി എന്ന് വാക്ക് ചേർത്താൽ മതി, പോളി എത്തീൻ, അല്ലെങ്കിൽ അതിന് ചുരുക്കി പോളിത്തീൻ എന്ന് പറയാം. അപ്പോൾ എത്തീൻ മോണോമറാണെങ്കിൽ പോളിമർ പോളിത്തീനും അതുപോലെ തന്നെ ക്യാരി ബാഗ്സും ബോട്ടിൽസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. കവറുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കും, ബോട്ടിലുകൾ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കും. അതൊക്കെയാണ് അതിൻ്റെ യൂസുകൾ. ഇനി ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ, നാച്ചുറൽ റബ്ബർ. പോളി ഐസോപ്രീൻ എന്നും പറയാം അതിന്. അപ്പോൾ റബ്ബറിൻ്റെ മോണോമർ എന്ന് ഒരു മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് ഇതെല്ലാം. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ വിച്ച് ഈസ് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ, അതാണ് ഐസോപ്രീൻ. നമുക്കറിയാം റബ്ബർ വാഹനങ്ങളുടെ ടയറുകൾ ഉണ്ടാക്കാൻ, ഫുഡ് വെയർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ടഫ്ലോൺ ആണ് പോളിമർ. അതിൻ്റെ മോണോമർ ഏതാണ്? അതായത് നമ്മളിപ്പോൾ മുകളിൽ പഠിച്ചല്ലേ ഉള്ളൂ. എന്താണ്? ടെട്രാഫ്ലൂറോ എത്തീൻ, അതാണ് അതിൻ്റെ മോണോമർ. അതിൻ്റെ പോളിമർ എന്ന് പറയുന്നത് ടഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ എത്തീനാണ് അതിൻ്റെ. ഈ ടഫ്ലോണിൻ്റെ വേറൊരു പേര്. അത് യൂസ് എന്തോന്നാണ്? യൂസ്ഡ് ഫോർ കോട്ടിംഗ് ഓഫ് ഇന്നർ സർഫസ് ഓഫ് നോൺ സ്റ്റിക്ക് കുക്ക്വെയർ. ആ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശം ആവരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പോളിമറൈസേഷൻ. ഇനി അടുത്ത ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസിൻ്റെ ജ്വലനം. എന്താണ് ഹൈഡ്രോകാർബൺസിൻ്റെ ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ? മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രോകാർബൺസ് ആർ യൂസ്ഡ് ഫോർ ഫ്യൂവൽസ്. അപ്പോൾ ഈ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് ഒരുപാട് എണ്ണം ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് കെറോസിൻ, മണ്ണെണ്ണ, പെട്രോള്, LPG എക്സെട്ര ആർ സം എമംഗ് ദിസ്. ഇവയെല്ലാം തന്നെ പിന്നെ ഫ്യൂവലായി ഉപയോഗിക്കുന്ന ഹൈഡ്രോകാർബണുകളാണ് അല്ലേ. കെറോസിനും പെട്രോളും LPG നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഇതെല്ലാം. എന്താണ് ഈ ഹൈഡ്രോകാർബൺസിൻ്റെ പിന്നെ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ? ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹൈഡ്രോകാർബൺസ് കത്തുക എന്ന് പറഞ്ഞാൽ വായുവിലുള്ള ആരുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോഴല്ലേ കത്തുന്നത്. അപ്പോൾ വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ വെൻ ദേ കമ്പൈൻ വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ, ആ വായുവിലുള്ള ഓക്സിജനുമായി കത്തുമ്പോൾ ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. എലോങ് വിത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ്, അതായത് താപവും പ്രകാശവും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഡിഫൈൻ കമ്പസ്റ്റൻ. എന്താണ് ജ്വലനം? ഹൈഡ്രോകാർബണുകൾ വായുവിലുള്ള ഓക്സിജനുമായി സംയോജിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നു, താപവും പ്രകാശം ഉണ്ടാകുന്നതിനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ജ്വലനം എന്ന് പറയുന്നത്. ഡിഫൈൻ കമ്പസ്റ്റൻ. വെൻ ഹൈഡ്രോകാർബൺസ് ബേൺ they combine with oxygen in the air to form carbon dioxide and water along with heat and light. This process is called combustion. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് കൂടുതൽ. ഇപ്പം ഒരു ഹൈഡ്രോകാർബൺ മീഥെയിൻ. ആദ്യത്തെ ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ മീഥെയിനാണ്. മീഥെയിൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെങ്ങനെ എഴുതും? ഒരു കാർബണാറ്റ് അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രോകാർബൺ CH4 മീഥെയിൻ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. CH4+2O2 ഗീവ്സ്. ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. CO2+2H2O പ്ലസ് ഹീറ്റ്. അവിടെ താപം ഉണ്ടാവും എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതാനൊക്കെ ചിലപ്പോൾ ചോദിക്കും. എന്താണ്? മീഥെയിൻ്റെ കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതുക. അല്ലെങ്കിൽ മീഥെയിൻ്റെ ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം, വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. ഇതൊന്നാണ് CH4+2O2 ഗീവ്സ് CO2+2H2O പ്ലസ് ഹീറ്റ്.
കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും ഉണ്ടാവും. ഇനി ഇത് ഇപ്പോൾ അപ്പോഴും നമുക്ക് എന്തോന്ന് പറയാം, ഈ ഹൈഡ്രോ കാർബണിൻ്റെ കമ്പസ്റ്റൻ എന്ന് പറയുന്നത് ഒരു എക്സോ തെർമിക് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞുകൂടി. എക്സോ തെർമിക് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ഹീറ്റ് റിലീസ് ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് എന്തോന്ന് പറയുന്നത്, എക്സോ തെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കമ്പസ്റ്റൻ പ്രോസസ്സ് എല്ലാം തന്നെ എക്സോ തെർമിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് ഇക്വേഷനും ഇത് മാറും. പക്ഷെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എല്ലാം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിരിക്കും. പക്ഷെ ഉണ്ടാകുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്യൂട്ടൈൻ്റെ കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞേക്കാണ്. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എന്തോന്നായിരിക്കും, എത്ര കാർബൺ ആറ്റം അടങ്ങിയതാണ് ബ്യൂട്ടൈൻ? 4 കാർബൺ ആറ്റം ഇടുമ്പോഴല്ലേ നമ്മൾ ബ്യൂട്ടൈൻ എന്ന് വിളിക്കുന്നത്. C4 ആണെങ്കിൽ H എത്രയായിരിക്കും, 4 × 2 H2n+2, 4 × 2 + 2, 4 × 2 8, 8 + 2 10. അപ്പോൾ C4 ആണെങ്കിൽ H എത്രയായിരിക്കും, H10. അങ്ങനെയാണ് അതിൻ്റെ മോളിക്കുലർ ഫോമുല. C4H10 വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നെ കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് 2C4H10 പ്ലസ് 13 O2 വരും അവിടെ. 13 O2 gives 8 CO2 പ്ലസ് 10 H2O. അതാണ് അതിൻ്റെ കറക്റ്റ് കമ്പസ്റ്റൻ ഇക്വേഷൻ. അപ്പോൾ ബ്യൂട്ടൈൻ്റെ കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ 2C4H10 പ്ലസ് 13 O2 gives 8 CO2 പ്ലസ് 10 H2O. അതാണ് ബ്യൂട്ടൈൻ്റെ കമ്പസ്റ്റൻ ഇക്വേഷൻ. അടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ താപീയ വിഘടനം എന്ന് പറയും. തെർമൽ ക്രാക്കിംഗ് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, താപം കൊണ്ടുള്ള വിഘടനം. ചൂടാക്കുമ്പോൾ വിഘടിച്ച് പോകുന്ന പ്രവർത്തനത്തിനാണ് എന്തോന്ന് പറയുന്നത്, തെർമൽ ക്രാക്കിംഗ്. സം ഹൈഡ്രോ കാർബൺസ് വിത്ത് ഹൈ മോളിക്കുലർ മാസ്, അതായത് വലിയ മോളിക്കുലർ മാസുള്ള ഹൈഡ്രോ കാർബണുകളെ വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയറിൻ്റെ ആബ്സെൻസിൽ ചൂടാക്കുമ്പോൾ ദേ അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം ഹൈഡ്രോ കാർബൺസ് വിത്ത് ലോവർ മോളിക്കുലർ മാസ്. അവ വിഘടിച്ച് മോളിക്കുലർ മാസ് കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് തെർമൽ ക്രാക്കിംഗ്. ഈ പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്? സം ഹൈഡ്രോ കാർബൺസ് വിത്ത് high molecular masses when heat in the absence of air undergo decomposition to form hydrocarbons with lower molecular mass. അതായത് മോളിക്കുലർ മാസ് കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകളെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ മോളിക്കുലർ മാസ് കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്ന പ്രവർത്തനത്തിനെയാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ കൊടുത്തേക്കുന്നത്. അതായത് ഇവിടെ കൊടുത്തേക്കുന്ന പ്രൊപ്പൈനാണ്. പ്രൊപ്പൈൻ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? പ്രൊപ്പൈൻ എന്ന് പറയുന്നത് എന്തോന്നാണ്, ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണല്ലോ, സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ പ്രൊപ്പൈൻ നമുക്ക് അതിൻ്റെ കണ്ടൻസർ ഫോമിൽ എങ്ങനെ എഴുതാം? 3 കാർബണാറ്റ് വരും. അപ്പോൾ ആദ്യം അവസാനം CH3 ഇടയ്ക്ക് CH2, അങ്ങനെയാണ് പ്രൊപ്പൈൻ എഴുതുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അവ എന്തോന്നിനെ അണ്ടർഗോസ് തെർമൽ ക്രാക്കിംഗ്, അതിനെ ചൂടാക്കുകയാണ് എയറിൻ്റെ ആബ്സെൻസിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നേക്കും, അതിൽ അടുത്ത പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ഒരു പ്രോഡക്റ്റ് തന്നേക്കും, അടുത്ത പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കാനുള്ളത് പ്രൊപ്പൈൻ്റെ മോളിക്കുലർ ഫോമുല നിങ്ങൾ എഴുതണം. പ്രൊപ്പൈൻ്റെ മോളിക്കുലർ ഫോമുല എത്രയാണ്? അതായത് എങ്ങനെ മോളിക്കുലർ ഫോമുല എഴുതും? അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എഴുതണതാണ് മോളിക്കുലർ ഫോമുല. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. C3. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 8 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 3 2 5 8 3 8. ഇപ്പോൾ C3H8 ആണ് പ്രൊപ്പൈൻ്റെ മോളിക്കുലർ ഫോമുല. C3H8 തന്നേക്കണേൽ ഒരു പ്രോഡക്റ്റ് തന്നേക്കണമെന്ന് വെച്ചോ. നിങ്ങൾക്കിപ്പം ഒരു പ്രോഡക്റ്റ് CH4 തന്നിട്ടുണ്ട്, ഉണ്ടാകുന്ന പ്രോഡക്റ്റ് 1 തന്നിട്ടുണ്ട്, മീഥെയിൻ തന്നിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ആദ്യം നമ്മൾ ഈ എഴുതിയ മോളിക്കുലർ ഫോമിൽ നോക്കണം. C3H8 ആയിരുന്നു. അപ്പോൾ പ്രോഡക്റ്റിൽ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കണം. C3H8ൽ CH4 ഒരു കാർബണാറ്റവും 4 ഹൈഡ്രജനാറ്റവും വന്നിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ടോ അത്രയായിരിക്കും അടുത്ത പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പിന്നെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ അവിടെ ആറ്റങ്ങൾ നഷ്ടപ്പെടുക വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അത്രയും ആറ്റങ്ങൾ തന്നെ അടുത്തേലും കാണണ്ടേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും?
C3H8 നിന്ന് CH4 മൈനസ് ചെയ്യുക. C3 എന്ന് പറയുന്നത് C ഒന്ന് കുറയ്ക്കുമ്പം C2 ആവും, 2 കാർബൺ ആറ്റം ആവും. H8 എന്ന് പറയുന്നതിൽ നിന്ന് H4 പോകുമ്പം പിന്നെ ബാക്കി 4 ഹൈഡ്രജൻ പോയാൽ പിന്നെ ബാക്കി 4 കാണുള്ളൂ. അപ്പം അവശേഷിക്കുന്ന അടുത്ത പ്രോഡക്റ്റ് ഏതായിരിക്കും? 2 കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അടുത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? അപ്പോൾ C3H8 നിന്ന് CH4 മൈനസ് ചെയ്യുമ്പം C2H4 കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? C2H4 എന്ന് പറയുന്നത് ഏതാണ്? 2 കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും അടങ്ങിയ എത്തീനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? എത്തീൻ. ചിലപ്പോൾ നിങ്ങൾക്ക് എത്തീൻ തന്നേക്കും അടുത്ത പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതും ഇതുപോലെ തന്നെ ആദ്യം മോളിക്കുലർ ഫോമിൽ എഴുതി നോക്കണം. C3H8 മൈനസ് എത്തീനിൽ C2H4 ഉണ്ട്. 2 കാർബൺ ആറ്റം കുറയ്ക്കുക, ബാക്കി C3യിൽ 1 കാർബൺ ആറ്റമേ ഉള്ളൂ, അത് എഴുതുക C. പിന്നെ 8 എണ്ണത്തിൽ 4 ഹൈഡ്രജൻ ആറ്റം വന്നിട്ടുണ്ട്, അതിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ വീണ്ടും 4 കിട്ടും. അപ്പോൾ CH4 എന്ന അടുത്ത ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അടുത്ത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. നമ്മൾ തെർമൽ ക്രാക്കിങ്ങിൽ ആ റിയാക്റ്റിൻ്റെ മോളിക്യൂൾസിനെ മോളിക്കുലർ ഫോമിൽ എഴുതിയിട്ട് പ്രോഡക്റ്റിൽ ഒരെണ്ണം തന്നേക്കുകയാണെങ്കിൽ അത് മൈനസ് ചെയ്താൽ മതി, നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. When hydrocarbons with a large number of carbon atoms undergo thermal cracking, the carbon chain undergo cleavage or breaking in a number of ways. The product formed as a result of thermal cracking depend on the nature of the hydrocarbons getting cracked, temperature and pressure. See another example given below. അപ്പോൾ എന്താണ് തെർമൽ ക്രാക്കിംഗ് എന്ന് മനസ്സിലായല്ലോ. അതായത് ഹയർ മോളിക്കുലർ മാസുള്ള ഹൈഡ്രോകാർബൺസിനെ എയറിൻ്റെ ആബ്സൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ദേ അണ്ടർഗോ ഡീകമ്പോസ് ടു ഫോം ഹൈഡ്രോകാർബൺസ് വിത്ത് ലോ മോളിക്കുലർ മാസ്. അവ മോളിക്കുലർ മാസ് കുറഞ്ഞ ഹൈഡ്രോകാർബണുകളായി മാറുന്നു. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുന്നത് സിംഗിൾ ബോണ്ടാണ്. പക്ഷെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഒന്ന് സിംഗിൾ ബോണ്ടും ഒന്ന് ഡബിൾ ബോണ്ടും ആയിരിക്കും. സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുന്നതെങ്കിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഒന്ന് സാച്ചുറേറ്റഡും മറ്റത് അൺസാച്ചുറേറ്റഡും ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്. ഹെപ്റ്റെയിനാണ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകാൻ പോകുന്നത്. ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം വരും? 7 കാർബൺ ആറ്റം വരും. 7 കാർബൺ ആറ്റം വരുമ്പോഴത്തേക്ക് എത്ര ഹൈഡ്രജൻ ആറ്റം വരണം? 7 ഗുണം 2 പ്ലസ് 2 16. 7 ഗുണം 2 14 പ്ലസ് 2 16. അപ്പോൾ C7H16 ആണ്. അത് എഴുതി നോക്കണം. ഹെപ്റ്റെയിൻ അതിൽ ഇപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ടെന്ന് വെച്ചോ, നിങ്ങൾക്ക് തന്നേക്കുന്ന ബ്യൂട്ടൈൻ എന്ന പ്രോഡക്റ്റും ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പ്രൊപ്പീനും ഉണ്ടായിട്ടുണ്ട്. ബ്യൂട്ടൈൻ എന്ന സാച്ചുറേറ്റഡ് കോമ്പൗണ്ടും പ്രൊപ്പീൻ എന്ന അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുമാണ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടൈൻ മാത്രം തരണമെങ്കിൽ നിങ്ങൾ അടുത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഹെപ്റ്റെയിൻ C7H16 മൈനസ് ബ്യൂട്ടൈൻ എന്തോന്നാണ്? അതിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എണ്ണി നോക്ക് 4. അപ്പം നമുക്ക് ഈ ഹെപ്റ്റെയിനിൽ നിന്ന് 4 പോയാൽ പിന്നെ 7 കാർബൺ ആറ്റമുള്ളതിൽ 4 പോയാൽ ബാക്കി 3. അപ്പോൾ അവിടെ അടുത്ത പ്രോഡക്റ്റിൽ 3 കാർബൺ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഹെപ്റ്റൈനിൽ 16 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ബ്യൂട്ടൈനിൽ എത്ര എണ്ണം ഉണ്ട്? 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 16 എണ്ണത്തിൽ 10 പോയാൽ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്തോന്നായിരിക്കും? 3 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും അടുത്ത പ്രോഡക്റ്റ്. C3H6 ആണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നെ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തോന്നാണ്? ഒന്ന് അൺസാച്ചുറേറ്റഡും ഒന്ന് സാച്ചുറേറ്റഡും ആയിരിക്കും. അത് കണ്ടുപിടിക്കേണ്ട വിധം അങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മോളിക്കുലർ ഫോമിൽ എഴുതിയിട്ട് ഒരെണ്ണമാണ് പ്രോഡക്റ്റ് തന്നേക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിലുള്ള കാർബണിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ഈ റിയാക്റ്റൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കിട്ടും. When saturated hydrocarbons are subject to thermal cracking, the product formed contain both saturated and unsaturated hydrocarbons. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്നതിൽ ഒന്ന് സാച്ചുറേറ്റഡും മറ്റത് അൺസാച്ചുറേറ്റഡും ആണെന്ന് മനസ്സിലായി. പ്ലാസ്റ്റിക് വേസ്റ്റ് വിച്ച് ആർ പോളിമേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ മോളിക്യൂൾസ് അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ്. ദിസ് ഹെൽപ്സ് ടു കൺട്രോൾ പൊല്യൂഷൻ ടു സം എക്സ്റ്റെൻറ്റ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതൊരു പരിധിവരെ സഹായിക്കാറുണ്ട്. വലിയ പ്ലാസ്റ്റിക് മോളിക്യൂൾസിനെയൊക്കെ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാക്കി സിമ്പിൾ മോളിക്യൂൾസാക്കി മാറ്റി നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യണം.
കംപ്ലീറ്റ് ദ ടേബിൾ, കുറേ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഏതാണെന്ന് ഇനി നിങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച റിയാക്ഷൻസ് എല്ലാം ഒരുമിച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ആദ്യത്തേതെന്ന് പറയുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതിയിരിക്കുകയാണ്. ഏത് റിയാക്ഷനാണെന്ന് നിങ്ങളങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ 3-4 പഠിച്ചല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ച്, അഡിഷൻ പഠിച്ച്, പോളിമറൈസേഷൻ പഠിച്ച്, കമ്പസ്റ്റൻ പഠിച്ച്, തെർമൽ ക്രാക്കിംഗ് പഠിച്ച്. ഇതിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ് വന്നേക്കുന്നത്. ട്രിപ്പിൾ ബോണ്ടും ഹൈഡ്രജനും കൂടെ ഉള്ള റിയാക്ഷൻ നമ്മൾ പഠിച്ചത് ഏതിലാണ്? അഡിഷൻ റിയാക്ഷനിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്തോന്നായിരിക്കും? CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2. അതിൻ്റെ ആൻസർ എന്തോന്ന് എഴുതും? CH രണ്ട് സൈഡിലും ആ H ആഡ് ചെയ്താൽ മതി. CHൻ്റെ കൂടെ ഓരോ H ആഡ് ചെയ്യുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ആവും. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടായിട്ട് മാറും. 2 ഹൈഡ്രജൻ ആറ്റം 2 സൈഡിലും ആഡ് ചെയ്യുക. അടുത്തത് CH3Cl പ്ലസ് Cl2. ഇത് ഏത് റിയാക്ഷനാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും? CH3Cl പ്ലസ് Cl2 ക്ലോറിനുമായിട്ടാണ് സംയോജിച്ചിരിക്കുന്നത്. അവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നുമില്ല. ക്ലോറോ മീഥെയിനാണ് തന്നേക്കുന്നത്. അപ്പോൾ അതൊരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മൾ ക്ലോറിനുമായി സംയോജിക്കും. ഇനി പ്രോഡക്റ്റിലൊരു പ്രത്യേകത എന്തെന്നാണ്? HCl തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ ഏത് റിയാക്ഷനാണ്. ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് അവിടെ തന്നേക്കുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താണ് പ്രത്യേകത? CH3Cl പ്ലസ് Cl2 എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തോന്നാണ്? ഈ Hന് പകരം ക്ലോറിൻ വരുന്ന പ്രവർത്തനമാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 2 ക്ലോറിൻ ആറ്റവുമായി സംയോജിക്കുകയാണ്. അപ്പോഴവിടെ എന്ത് ചെയ്യും? ആ 3 ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് ഒരു ക്ലോറിൻ വരും. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റം 3 എന്നുള്ള 2 ആകും, ക്ലോറിൻ 1 എന്നുള്ള 2 ആവും. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? CH3Cl പ്ലസ് Cl2 ഗീവ്സ്. അങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? CH3 എന്നുള്ള CH2 ആവും, Cl എന്ന് പറയുന്നത് CH2 ആവും. CH2Cl2 പ്ലസ് HCl എന്ന് ഒരു ആൻസർ. CH2Cl2 പ്ലസ് HCl എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ആ 2 ക്ലോറിനാറ്റത്തിൽ ഒരു ക്ലോറിനാറ്റം ഹൈഡ്രജന് പകരം അവിടെ വരും. അതാണ് ഹൈഡ്രജൻ ആറ്റം 1 കുറയണത്, 3 കുറഞ്ഞിട്ട് CH2 ആവണത്. പകരം ഒരു ക്ലോറിൻ ആഡ് ചെയ്യും, അപ്പോൾ 2 ക്ലോറിൻ ആവും. അപ്പോൾ CH2Cl2 എന്ന് വരും പ്ലസ് HCl. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ബ്രാക്കറ്റിലിട്ട് എഴുതി കൊടുത്തേക്കണ കാണുമ്പോഴേ അറിയാം എന്തോന്നാണ്. മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പോളിമറൈസേഷനാണ്. പോളിമറൈസേഷൻ്റെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ റിയാക്റ്റൻ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? CH2 ബ്രാക്കറ്റ് ഇട്ട് N കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് എഴുതാൻ ഈസി ആണല്ലോ. അതെന്തോന്നാണ്? അതിൻ്റെ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ അഭികാരകത്തിൽ ഡബിൾ ബോണ്ടായിരിക്കും. ഈ CH2 സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ് വരുമ്പോഴത്തേക്ക് CH2 ഡബിൾ ബോണ്ട് CH2 എന്നാവും. ആ N റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന N ലെഫ്റ്റ് സൈഡിൽ എഴുതണം. NCH2 ഡബിൾ ബോണ്ട് CH2 എന്ന് വരും. അതിൻ്റെ ആൻസർ NCH2 ഡബിൾ ബോണ്ട് CH2. ഇനി നാലാമത്തെ റിയാക്ഷൻ നോക്കൂ. CH4 മീഥെയിൻ ആരുമായിട്ടോ സംയോജിക്കുമ്പോൾ എന്തോന്നുണ്ടാവും എന്നാണ് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ. മീഥെയിൻ എവിടെ എന്ത് ചെയ്യുമ്പോഴാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്നത്? വായുവിൽ കത്തുമ്പോൾ. വായുവിൽ കത്തുക എന്ന് പറഞ്ഞാൽ വായുവിലെ ഓക്സിജനുമായി സംയോജിക്കുക. അപ്പോൾ അവിടെ എന്തോന്നാണ് ഫില്ല് ചെയ്യാനുള്ളത്? CH4 പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് H2O. ഇനി അടുത്തത് ഡാഷ് പ്ലസ് H2 ഗീവ്സ് CH3 സിംഗിൾ ബോണ്ട് CH3. അവിടെ റിയാക്റ്റൻ്റ് ഏതോ റിയാക്റ്റൻ്റ് ഹൈഡ്രജനുമായി സംയോജിക്കുമ്പോൾ ഈഥെയിനായി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഈഥെയിൻ പ്രോഡക്റ്റിൽ സിംഗിൾ ബോണ്ട് വന്നു. അപ്പോൾ റിയാക്റ്റൻറ്റിൽ ഏതോ ആയിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെ CH3 സിംഗിൾ ബോണ്ട് CH3 ഡബിൾ ബോണ്ട് എങ്ങനെ എഴുതും? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് വരും പ്ലസ് H2 ഗീവ്സ് CH3 സിംഗിൾ ബോണ്ട് CH3. അതായത് റിയാക്ഷനാണ് അഡിഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചല്ലേ. ഡബിൾ ബോണ്ട് ആയ കോമ്പൗണ്ടുകൾ ഹൈഡ്രജനുമായിട്ടും ക്ലോറിനുമായിട്ടൊക്കെ കെമിക്കൽ റിയാക്ഷനിൽ എടുക്കുമ്പം അത് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് അത് സിംഗിൾ ബോണ്ടായി മാറും. ഇനി വേറൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. അതായത് പിന്നെ റിയാക്റ്റൻ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, ആ റിയാക്ഷൻ്റെ പേരും കൂടെ എഴുതണം. ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Cl2 ഉണ്ട് റിയാക്റ്റൻ്റ്. അതിൻ്റെ പ്രോഡക്റ്റ് ഏതായിരിക്കും? നമ്മൾ രണ്ടാമത്തേൽ ഏതാണ് പ്രോഡക്റ്റായിട്ട് എഴുതാനുള്ളത്?
അതായത് ഏത് ടൈപ്പ് റിയാക്ഷനാണ് ഇത്? ക്ലോറിനുമായിട്ട് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് ഏതാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? CH3 സിംഗിൾ ബോണ്ട് CH2 Cl പ്ലസ് HCl നടക്കുന്നുണ്ട്. ആ റിയാക്ഷനാണ് അവിടെ പ്രോഡക്റ്റിൽ നാലാമത്തെ റിയാക്ഷനാണ് അതിൻ്റെ കറക്റ്റ് മാച്ചായിട്ട് വരുന്നത്. നെയിം ഓഫ് റിയാക്ഷൻ ഏതെഴുതും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് എഴുതണം. രണ്ടാമത്തെ C2H6 പ്ലസ് O2, അതായത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തോന്നായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. CO2 പ്ലസ് H2 ആണ് അതിൻ്റെ രണ്ടാമത്തെ കോളത്തിൽ അതിന് മാച്ചായിട്ട് വരുന്നത്. ഏത് റിയാക്ഷനാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ജലം ഉണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ജ്വലനം, കമ്പസ്റ്റൻ റിയാക്ഷനാണ്. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് NCH2 ഡബിൾ ബോണ്ട് CH2. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? പോളിമറൈസേഷനിലാണ് ഈ NCH2 ഡബിൾ ബോണ്ട് CH2 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഏതായിരിക്കും? ബ്രാക്കറ്റ് എഴുതി വലതുവശത്ത് എഴുതുന്നതാണ് അതിൻ്റെ കറക്റ്റ് മാച്ചായിട്ട് വരുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് ബ്രാക്കറ്റ് വെളിയിൽ N. തേർഡ് ടൈപ്പ് റിയാക്ഷനാണ് പോളിമറൈസേഷൻ. ഇനി നാലാമത്തത് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഏത് റിയാക്ഷനാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അതായത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്, പക്ഷേ അത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അതായത് തെർമൽ ക്രാക്കിംഗ്, വിഘടിക്കുന്ന പ്രവർത്തനമായിരിക്കും. അപ്പോൾ തെർമൽ ക്രാക്കിങ്ങിൽ വരുന്നത് എന്തോന്നായിരിക്കും? തെർമൽ ക്രാക്കിങ്ങിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് ഒന്ന് സാച്ചുറേറ്റഡും മറ്റേത് അൺസാച്ചുറേറ്റഡ് ആയിരിക്കും. അതായത് ഒന്ന് ഡബിൾ ബോണ്ടും മറ്റേത് സിംഗിൾ ബോണ്ടും ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്ന നോക്കൂ, ഉണ്ടല്ലോ. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് CH4, അതാണ് അതിൻ്റെ ആൻസർ. അതെന്ന് പറയുന്നത് തെർമൽ ക്രാക്കിംഗ് ആണ് അടുത്ത കോളത്തിലേക്ക് വരുന്നത്. ഇനി CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2, അതായത് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളുടെ രാസപ്രവർത്തനം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2 ആണ് വരുന്നത്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് റിയാക്ഷനാണ്? അഡിഷൻ റിയാക്ഷൻ അല്ലേ. ആഡ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യണത്. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് മാറുന്നത് അഡിഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് നോട്ടിലോട്ട് എടുത്ത് എഴുതണം. കറക്റ്റായിട്ട് ഈ കോളം വരച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതണം.